കാറ് പൂർണ്ണമായി നശിച്ച മട്ടാണ്. ഏകദേശം 100-150 മീറ്ററോളം അപ്പുറത്ത് കൊണ്ടുപോയാണ് ആ കാറിനെ ആന ഇട്ടിരിക്കുന്നത്. അതായത് ഈ ഇപ്പോൾ നിലപ്പിച്ച ഭാഗത്ത് നിന്നിരുന്ന കാറാണ്, പക്ഷേ ഇപ്പോഴത് കിടക്കുന്നത് ഏകദേശം 100-150 മീറ്ററോളം മാറി അപ്പുറത്താണ് ആ കാറ് കിടക്കുന്നത്. അത്രത്തോളം ദൂരം അതിനെ വലിച്ചഴിച്ച് കുത്തിമറിച്ചിട്ട് പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടാണ് ആന കടന്നുപോയത് എന്ന് തന്നെ വേണം നമുക്ക് കാണാൻ. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ തത്സമയം അത് കണ്ടതാണ്. തൊട്ടപ്പുറത്തൊരു പെട്ടിയാട്ടോ വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. അതും ആദ്യഘട്ടത്തിൽ അത് പൂർണ്ണമായും നശിപ്പിച്ചതാണ്. അതിനൊക്കെ ഈ ഒരു തവണ ഈ കുത്തിമലർത്തിയിട്ട വാഹനങ്ങളൊക്കെ ആന പിന്നെയും പോയി പിന്നെയും കുത്തിമലർത്തി അതിൻ്റെ അരിശം തീർക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ തുടർച്ചയായി പല തവണ ഈ വാഹനങ്ങളെ അത് തുടർച്ചയായി ആക്രമിക്കുന്നു, അങ്ങനെ അരിശം തീർക്കുന്നു. ഒരു തരത്തിലും വഴങ്ങാതെ അല്ലെങ്കിൽ മയപ്പെടാതെ അത് അതേ അവസ്ഥയിൽ എങ്ങനെയാണോ തുടക്കത്തിൽ വിരണ്ടോടിയത് അതേ അവസ്ഥയിൽ 2 മണിക്കൂറോളം നിലയുറപ്പിക്കുന്ന സാഹചര്യമായിരുന്നു കിടങ്ങൂരിൽ ഇത്ര നേരം കണ്ടത്. നിരവധി ആളുകൾ ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്നു. അവരൊക്കെ കൃത്യമായി സുരക്ഷിതമായ സ്ഥലത്ത് നിന്നായിരുന്നു അത് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും ചില സാഹചര്യങ്ങളിൽ ആന ഈ മതിലുകൾ തകർക്കാനുള്ള സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ശക്തിയിലാണ് ആന വാഹനങ്ങളടക്കം തള്ളിമറിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ സുരക്ഷിതമായി നിൽക്കുന്ന സ്ഥലത്തേക്കടക്കം അത് കടന്നു വരാനുള്ള സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഒപ്പം തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട വഴികളിലേക്കടക്കം അത് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ പരിഗണന കൊടുത്തത്, RRT സംഘമൊക്കെ പരിഗണന കൊടുത്തത് അത് പുറത്തേക്ക് പോകാതെ ഇതിനകത്ത് തന്നെ നിർത്തുക എന്നതായിരുന്നു. എന്നാൽ മാത്രമാണ് കൃത്യമായി അതിനെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒത്തുവരികയായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ആദ്യഘട്ടത്തിൽ അത് വിജയിച്ചു. പുറത്തേക്ക് പോകാതെ തന്നെ ഇതിനകത്ത് നിർത്തി. പിന്നീട് RRT സംഘം പലതവണ 4 ഭാഗത്തു നിന്നും നാനാഭാഗത്തു നിന്നുകൊണ്ട് ഇതിനെ മയക്കാനുള്ള അല്ലെങ്കിൽ അതിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അപ്പോഴൊക്കെ കൂടുതൽ അക്രമാസക്തനായിക്കൊണ്ട് നേരത്തെ കുത്തിയിട്ട വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വീണ്ടും അത് കുത്തിമലർത്തി നശിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. പിന്നീട് ഡോക്ടർ എത്തി കൃത്യമായി തന്നെ അതിൻ്റെ പുറകുവശത്തെ വലതു കാലിൽ കൃത്യമായി മയക്കുവെടി വെച്ചു. ഏകദേശം മയങ്ങിയ മട്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ 2-2.5 മണിക്കൂറിനിടയിൽ ആന കാണിച്ച സ്വഭാവം എന്ന് പറയുന്നത് ആദ്യം കുറച്ച് സമയം അനങ്ങാതെ നിൽക്കും, അല്ലെങ്കിൽ ശാന്തനായി എന്ന് തോന്നിപ്പിക്കും, അപകടം തീർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിൽ അങ്ങനെ ഒരു പ്രതീക്ഷ തന്നതിന് ശേഷം വീണ്ടും അക്രമാസക്തനായിക്കൊണ്ട് പെട്ടെന്ന് കുതിരയോടി പരിഭ്രാന്തനായി ഓടുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ പലതവണ കണ്ടിരുന്നു. അതിനാൽ തന്നെ മയക്കുവെടി വെച്ചതിന് ശേഷവും അതിനെ പൂർണ്ണമായി മയക്കാനായി അല്ലെങ്കിൽ തളയ്ക്കാനായി എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതിനിടയിൽ മയക്കുവെടി വെച്ച് എല്ലാവരും ഈ RRT സംഘങ്ങളും പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റും ഒക്കെ അടുത്തേക്ക് വന്ന സമയത്ത് അത് ഒരിക്കൽ കൂടി ആ കുതിരയോടുന്ന അല്ലെങ്കിൽ ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ വീണ്ടും ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി. ഇപ്പോഴെന്തായാലും ഏകദേശം ഒരു അരമണിക്കൂറോളമായി പൂർണ്ണമായും ശാന്തനായാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ചില ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മരങ്ങളിലും മരക്കുറ്റികളിലും അടക്കം ആനയുടെ കാലുകളിൽ നിന്നുള്ള വടം കെട്ടി ബന്ധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന്, ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് അടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർത്ഥസാരഥി എന്ന ആനയാണ് കഴിഞ്ഞ 2-2.5 മണിക്കൂറായി വലിയ പരിഭ്രാന്തിയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. തുടർന്ന് RRT സംഘം മയക്കുവെടി വെച്ചാണ് ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്നത്. ഷഹബാസും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങൾ നൽകുന്നത്.